അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫുഡ് ഓൺ ക്യാമിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലബാർ ബിരിയാണി ക്ലേ പോട്ടിൽ എങ്ങനെ ടേസ്റ്റിയായി ദം ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇവിടെ ഒരാൾക്കുള്ള ചിക്കൻ ബിരിയാണിയാണ് ദം ചെയ്തെടുക്കുന്നത്. ഇതിനായി ആദ്യം ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു കപ്പ് ആൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വാം വാട്ടറും കൂടി ഒഴിച്ച് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നീട് ഇത് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തത് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഗരം മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരുംജീരകം, കുരുമുളക്, ജാതിക്ക എന്നിവ ഒന്ന് ചെറുതായി ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഒരാൾക്കുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 പീസസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസ്, പെപ്പർ, സാൾട്ട് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും അല്പം നെയ്യിൽ വറുത്ത് മാറ്റി വെക്കാം. ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഒരു പാൻ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് വഴന്നു വരുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴന്നു വന്നതിന് ശേഷം 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് തക്കാളി ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. മസാലയിലെ ഓയിൽ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. അല്പം ചൂടുവെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള ഗീ റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് ജീരകശാല റൈസ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായി വന്ന നോൺ സ്റ്റിക്ക് പാനിലേക്ക് അല്പം നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം.
കഴുകി വെച്ച അരി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും അല്പം പൈനാപ്പിൾ പീസസും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. 3/4 വേവാവുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള ഡോ ഒന്ന് പരത്തിയെടുക്കാം. ബിരിയാണി ദം ചെയ്യുന്ന രീതി എങ്ങനെ എന്ന് നോക്കാം. ഒരു ചെറിയ മൺകലം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം ഗീ റൈസ്, വറുത്ത് വെച്ച സവാള, കാഷ്യൂ, മുന്തിരി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. പരത്തി വെച്ച മാവ് കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ആവി പോവാത്ത വിധത്തിൽ നന്നായി കവർ ചെയ്ത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ടേസ്റ്റിയായ ക്ലേ പോട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ ഒരുപാട് അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.